ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖം തന്നെ കേട്ടോ. ഇന്ന് ഞാൻ നല്ലൊരു ഹെൽത്തി ആയൊരു റെസിപ്പിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. റാഗി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ്, നല്ല ഹെൽത്തിയാണ്. അതിപ്പോൾ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് ഗുണങ്ങളുള്ളതല്ലേ ഈ റാഗി. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. വീട്ടിൽ നമുക്ക് റാഗി വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. നല്ല ഹെൽത്തിയാണ്. റാഗിയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ബൗൾ എടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് റാഗി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കടയിൽ നിന്നും വാങ്ങിയതാണ്. കടയിൽ നിന്നും വാങ്ങിച്ച റാഗി പാക്കറ്റ് പൗഡറാണ്. 2 ടേബിൾ സ്പൂണ് റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം കേട്ടോ. അതിനുശേഷം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒട്ടും കട്ടയില്ലാണ്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. സാധാരണ വെള്ളം തന്നെയാണ്, പച്ചവെള്ളമാണ്. നമുക്ക് ഒഴിച്ച് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒട്ടും കട്ടയില്ലാണ്ട് നന്നായി നമുക്കൊന്ന് കലക്കിയെടുക്കാം. അത് അടുപ്പത്ത് വയ്ക്കുമ്പോഴേക്കും അതിങ്ങനെ കുറുകിപ്പോവും. അതുകൊണ്ടാണ് നമുക്ക് നല്ലപോലെ കലക്കി ഒട്ടും കട്ടയില്ലാണ്ട് കലക്കിയെടുക്കുന്നത്. ഇതാ നല്ലപോലെ ഇതുമാതിരി കലക്കിയെടുത്തു കേട്ടോ. നന്നായി കലക്കിയെടുത്തു. ഇതേ പാകത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ കലക്കിയെടുത്തത്. അതിനുശേഷം നമുക്ക് അതിന് മധുരത്തിന് വേണ്ടിയിട്ട് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മധുരത്തിന് വേണ്ടിയിട്ട് വേറെ പനം കൽക്കണ്ടോ സാധാരണ കൽക്കണ്ടോ പഞ്ചസാരയോ എന്ത് വേണേലും ഉപയോഗിക്കാം. എനിക്കിപ്പോൾ ഇവിടെ ശർക്കരയാണ് ഉണ്ടായിരുന്നത്. ഞാനത് ശർക്കരയാണ് എടുത്തത് കേട്ടോ. ഒരു 3 ബെല്ലം ശർക്കര എടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അതിൽ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ഉരുക്കിയെടുക്കുന്നത്. അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുത്തു. നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തു. അതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇത് അരിച്ചൊഴിച്ചു. അപ്പോൾ അതിലേക്ക് കല്ലൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇങ്ങനെ അതുകൊണ്ട് ഞാനതൊന്ന് അരിച്ചെടുത്തു. ഇതാ എൻ്റെ കല്ലൊക്കെ കളഞ്ഞ് നന്നായിട്ട് അരിച്ചെടുത്തു. അതിനുശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പൗഡർ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കായ, 1/2 ടീസ്പൂൺ ജീരകം, ഒരു കഷ്ണം ചുക്ക്, ഇതെല്ലാം കൂടി നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ഒരു പാത്രത്തിൽ ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളച്ചപ്പോൾ നമ്മൾ കലക്കി വെച്ചിരുന്ന റാഗി പൗഡർ ഉണ്ടല്ലോ, വെള്ളത്തിൽ നമ്മൾ റാഗി പൗഡർ കലക്കി വെച്ചിരുന്നല്ലോ, ആ റാഗി പൗഡർ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമുക്ക് കൈ എടുക്കാണ്ട് ലോ ഫ്ലെയിമിൽ നന്നായി കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണോ, അല്ലെങ്കിൽ അത് കട്ടയാവും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ലപോലെ വേവിച്ചെടുക്കണത്. റാഗിയുടെ ഗുണങ്ങളെപ്പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയല്ലേ. അത് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നല്ലപോലെ തിളച്ച് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. ഒരുവിധം വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ വെള്ളം വറ്റി സാധാരണ ഒന്ന് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒരു 5-6 മിനിറ്റ് നമുക്കിങ്ങനെ ലോ ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം, എന്നാലേ അത് ശരിക്കും വെന്ത് കിട്ടുള്ളൂ. നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് കൈ കൊണ്ടൊന്ന് നോക്കാം, ടേസ്റ്റ് നോക്കാം, അതിൻ്റെ പച്ചമണമൊക്കെ മാറിയോ, അത് വെന്തോന്നൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമുക്കറിയാൻ പറ്റും, അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ അറിയാൻ പറ്റും, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി റാഗി വെന്തോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഒരു ഇതൊക്കെ നല്ലപോലെ വെന്തു കേട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായി. അപ്പം നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ അത് വെന്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ തേങ്ങ ചിരകിയതും കൂടിയും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലിപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ബനാനയോ ആപ്പിളോ നമുക്ക് എന്താ ഇഷ്ടം നിങ്ങൾക്കെന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ വിരോധമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചിരകിയത് വെച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്.
അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഏലക്കായ, ചുക്ക്, ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും ഒരു അര ടീസ്പൂൺ പൊടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. നല്ലപോലെ ഇളക്കി വേവിച്ചെടുത്തു. നല്ലൊരു റാഗി സ്മൂത്തി തന്നെയാണ് കേട്ടോ. കഴിക്കാൻ നല്ല രുചിയാണ്, നല്ല ഹെൽത്തിയാണ്. നല്ലപോലെ വെന്ത് വന്നപ്പോൾ ഞാനത് അടച്ച് വെച്ചു. അതിനുശേഷം നമുക്കൊന്ന് നെയ്യിൽ കുറച്ച് വറുത്തിടാം കേട്ടോ. അതിനായിട്ടൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 സ്പൂണ് നെയ്യ് ഒഴിച്ച് കൊടുത്തു. ആ നെയ്യൊന്ന് ഉരുകി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ബദാം ഉണ്ടായിരുന്നു. ആ ബദാം കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാഷ്നട്ടോ വേറെ ഏതെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ എൻ്റെ കയ്യിൽ 5-6 ബദാമായിരുന്നു. അതൊന്ന് കട്ട് ചെയ്ത് അത് ചേർത്ത് കൊടുത്തു. അതൊന്ന് ഇളക്കി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ഗ്രേപ്സ് ഉണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുത്തു. ബദാം നല്ലപോലെ ഒന്ന് ഫ്രൈ ആയപ്പോൾ അതിലേക്ക് ഗ്രേപ്സും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതാ ആ ഗ്രേപ്സും കൂടി അതിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു. എല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരുന്ന റാഗി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.